നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 128 വർഷം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ. ഇപ്പോൾ അപകടകരമായ സ്ഥിതിയിലുള്ള ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. 35 ലക്ഷം പേരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ ഇനിയും കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന ഈ അണക്കെട്ടിന് പകരം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യവുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് പുതിയ ഡാം വരണം. അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള കേരളത്തിന്റെ ആശങ്കയും പരിഗണിക്കപ്പെടണം. പുതിയ ഡാം ഉണ്ടാക്കുന്നതുവരെ ആവശ്യമെങ്കിൽ ബലപ്പെടുത്തൽ അടക്കം തുടരും. അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് അന്താരാഷ്ട്ര സമിതിയെ വെച്ച് പഠനം നടത്തണമെന്നും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ആവശ്യങ്ങളോട് കേരളത്തിന് എതിർപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹി കേരള ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 128 വർഷം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാറിലേത്. സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിന് ആവശ്യമായ മുൻകൈ തമിഴ്നാട് സ്വീകരിക്കണമെന്നും അതോടൊപ്പം പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ച് പ്രസ്തുത ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് ജനസുരക്ഷയെ കണക്കിലെടുത്ത് കേരളം എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു. ലിബിയയിൽ ഡാം തകർന്നതിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നായി കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിനെ പരാമർശിച്ചിരുന്നു. ഇത് സുപ്രീം കോടതിയെ കേരളം ബോധിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ 2023 ഡിസംബർ 19 സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുരക്ഷാ അവലോകനം നടത്തുന്നതിനായുള്ള ടൈംസ് ഓഫ് റെഫറൻസ് അന്തിമമാക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു. പിന്നീടാണ് 2024 ജനുവരി 9 ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്ത് തമിഴ്നാട് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി അറിയിച്ചു. തമിഴ്നാടും കേരളവും അയൽപക്ക സ്നേഹം മറന്നു പോവേണ്ട സംസ്ഥാനങ്ങളല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഉറപ്പാക്കി ഇരു സംസ്ഥാനങ്ങളും ആലോചിച്ച് നല്ല നിലയിൽ ഈ വിഷയം പരിഹരിക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയും പുതിയ ഡാം ഉണ്ടാവണമെന്ന നിലപാടാണ് നിയമസഭയിൽ പറഞ്ഞത്. പാരിസ്ഥിതിക ആഘാത പഠനവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.